നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൊമ്പുകോർത്തതിൽ ആർക്കാണ് പിഴച്ചതെന്നാണ് ലോകം ഇപ്പോൾ നടത്തുന്ന ചർച്ച. രാഷ്ട്രീയമായി ഉക്രൈനെയും അതിന്റെ പ്രസിഡന്റിനെയും ഇന്നലെ മുതൽ വേട്ടയാടുന്ന ഇരുണ്ട ആഖ്യാനമാണിത്. ഇത് യൂറോപ്യൻ തലസ്ഥാനങ്ങളെയും ആശങ്കയിലാക്കിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ ഭരണത്തലവന്മാർ ഇപ്പോഴും അതേക്കുറിച്ച് ജാഗ്രതയോടെ മന്ത്രിക്കുന്നുണ്ട്. എന്നാൽ അവർ പരസ്പരം തുറന്ന് സംസാരിക്കുന്നുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വോളോഡിമിർ സെലൻസ്കിയെ പ്രസിഡന്റായി ഇരിക്കുന്ന നേരത്ത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വാക്പോരും വെല്ലുവിളിയും നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും വൈറ്റ് ഹൌസിലെ നാടകീയതയിലേക്ക് നയിച്ചതിനെക്കുറിച്ച് ഇപ്പോഴും ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും മുൻകൂറായി വളരെയധികം നയതന്ത്ര ശ്രമം നടത്തിയിട്ടും ഒന്നും ലക്ഷ്യം കണ്ടില്ല. എന്നാൽ ഓവൽ ഓഫീസിൽ കണ്ടത് അനാദരവായിരുന്നു. മറുവശത്ത് സെലൻസ്കി ഇന്നലെ രാജിവെക്കുന്നില്ലെന്ന് നിരസിച്ചു. വാസ്തവത്തിൽ വൈറ്റ് ഹൌസിലെ കോലാഹലം യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കും. കഴിഞ്ഞയാഴ്ച ട്രംപ് സെലൻസ്കിയെ സ്വേച്ഛാധിപതി എന്ന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജനപ്രീതി റേറ്റിംഗ് ഉയർന്നു. ഇതിപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു പോരാളിയായി സെലൻസ്കി സ്വയം അവരോധിക്കപ്പെട്ടു. എന്നാൽ അപകട സാധ്യത ഇപ്പോഴും കൂടുതലാണ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് സഹായമുണ്ടെന്ന് സെലൻസ്കിക്ക് തന്നെ നല്ലപോലെ അറിയാം. എന്നാൽ USA സൈനിക പിന്തുണ ഇല്ലാതെ അത് സാധ്യമാകില്ല താൻ. സഹായം പൂർണ്ണമായി നിർത്തുകയും സെലൻസ്കി ഒരു പദ്ധതിയുമില്ലാതെ അവശേഷിക്കുകയും ചെയ്താൽ അത് അദ്ദേഹത്തിന് വലിയ പ്രശ്നമുണ്ടാകും, തിരിച്ചടിയാവും. വാസ്തവത്തിൽ യൂറോപ്യൻ സർക്കാരുകൾ അദ്ദേഹത്തെ ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്ന ഒരു പദ്ധതിയുടെ അഭാവമാണ്. യൂറോപ്യൻ ഗവൺമെന്റ് തലവന്മാർ സാധ്യമായ ഒരു സമാധാന പദ്ധതിയെക്കുറിച്ച് അവർ ചെയ്യാൻ തയ്യാറാവുന്ന ഇളവുകളെക്കുറിച്ചും അടുത്ത ആഴ്ചകളിൽ ആവർത്തിച്ച് സംസാരിക്കേണ്ടിയും വരും. സൈദ്ധാന്തികമായി പ്രാദേശിക ഇളവുകൾ നൽകാൻ തയ്യാറാണെന്ന് സെലൻസ്കി അഭിമുഖങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് പ്രദേശങ്ങൾ കൈമാറുന്ന കാര്യം. സെലൻസ്കി സുരക്ഷാ ഗ്യാരണ്ടിയിൽ ഉറച്ചു നിൽക്കുകയും നാറ്റോയിൽ ചേരുന്നതിനെ കുറിച്ച് സാധ്യമായ സമാധാന പാലകരെ കുറിച്ചും സംസാരിക്കുന്നതും തുടരുകയാണ്. എന്നാൽ സുരക്ഷിതമില്ലാതെ എങ്ങനെ സമാധാനമുണ്ടാകുമെന്ന് പല ഉക്രൈനക്കാർക്കും മനസ്സിലാകുന്നില്ല. വെടിനിർത്തൽ പുടിനെ തന്റെ സൈന്യത്തെ പുനർനിർമ്മിക്കാൻ സഹായിക്കും. കുറച്ചു സമയത്തിന് ശേഷം മറ്റൊരു ആക്രമണവും ഉണ്ടായേക്കാം. ഇതാണ് പ്രാഥമികമായ ഭയം. സെലൻസ്കിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ മുന്നണി എങ്ങനെ വികസിക്കുന്നു എന്നതും ഉക്രൈനക്കാരുടെ ചർച്ചയുടെ നിലപാടിന് നിർണായകമാണ്. കിഴക്കൻ ഉക്രൈൻ അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പ്രദേശം കൈവശം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ദുർബലമാണ്. റഷ്യയിലെ കുർസ്കിലും ഉക്രൈൻ സമ്മർദ്ദത്തിലാണ്. ഉക്രൈനിയൻ ചർച്ചകളുടെ സ്ഥാനം കാലക്രമേണ വഷളാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് USA ഇനി സൈനിക സഹായം നൽകുന്നില്ലെങ്കിൽ ഉക്രൈൻ പരാജയത്തിലേക്ക് നടന്നെടുക്കുമെന്നാണ് സൂചന. യൂറോപ്യൻ ഗവൺമെന്റ് തലവന്മാരുമായി ഐക്യം കാണിക്കുകയും മധ്യസ്ഥ ചാനലുകൾ വഴി ട്രംപുമായി വീണ്ടും ചർച്ച നടത്തുകയും ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ തന്ത്രം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഇതിന് തയ്യാറാണോ എന്ന് വ്യക്തമല്ല. അതോ സെലൻസ്കിയെ അട്ടിമറിക്കാൻ അവർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുകയാണോ? അതേസമയം പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി JD വാൻസും മുൻകാലങ്ങളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സെലൻസ്കിയെ ആവർത്തിച്ച് ആക്രമിക്കുകയും വില കുറച്ച് കാണുകയും ചെയ്തതും മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള ഒരു പോംവഴി ഇവിടെ ഉണ്ടാകുന്നില്ല. സെലൻസ്കി യൂറോപ്പിനെ പിന്തുണയ്ക്കുമ്പോൾ യൂറോപ്പ് മുഴുവനായും സെലൻസ്കിയെയും പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്പിന്റെ മൊത്തം കാഴ്ചപ്പാടിൽ സെലൻസ്കിയെ എല്ലാവരും തന്നെ പിന്തുണയ്ക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വാക്കേറ്റത്തിലും വെല്ലുവിളിയിലും കലാശിച്ചതിന് പിന്നാലെ സെലൻസ്കി നടത്തിയ പ്രതികരണം ചർച്ചയാകുകയാണ് ഇപ്പോൾ. US എല്ലാ പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു. പ്രസിഡന്റ് ട്രംപിനും കോൺഗ്രസിനും അമേരിക്കൻ ജനതയ്ക്കും നന്ദി പറയുന്നു. ഉക്രൈൻ ജനത എല്ലായ്പ്പോഴും ഈ പിന്തുണയെ വിലമതിച്ചിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് അധിനിവേശത്തിന്റെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ. സെലൻസ്കി ഇക്കാര്യം Xലാണ് കുറിച്ചത്. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയെ തല്ലാതെ ട്രംപ് സംയമനം പാലിച്ചെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്കറോവ് പറഞ്ഞു. പാല് കൊടുത്ത കൈക്ക് തന്നെ ഉക്രൈൻ കൊത്തിയെന്നും സക്കറോവ് കൂട്ടിച്ചേർത്തു. ഉക്രൈൻ ഭരണകൂടം 3ാം ലോക മഹായുദ്ധം കളിക്കുകയാണെന്നും നന്ദിയില്ലാത്ത പന്നിക്ക് പന്നിക്കൂടിന്റെ ഉടമയിൽ നിന്ന് തന്നെ ശിക്ഷ കിട്ടിയെന്നുമാണ് കൂടിക്കാഴ്ചയെ റഷ്യ കളിയാക്കിയത്. അതേസമയം കാനഡയും ഉക്രൈന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനാധിപത്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പാണ് ഉക്രൈന്റെ എന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞത്. എന്നാൽ ഉക്രൈനുള്ള പിന്തുണ തുടരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു. ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഞായറാഴ്ച യൂറോപ്യൻ നേതാക്കളുടെ ഉച്ചകോടിക്ക് UK ആതിഥേയത്വം വഹിക്കുകയാണ്. യോഗത്തിന് മുന്നോടിയായി വോളോഡിമിർ സെലൻസ്കി ശനിയാഴ്ച UKയിൽ എത്തിയെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. എന്തായാലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ യൂറോപ്പും അമേരിക്കയും തമ്മിൽ കൊമ്പ് കോർക്കുന്നത്.
വേൾഡ് മലയാളി കൗൺസിൽ അയർലൻഡ് പ്രോവിൻസിന്റെ 15ാം വാർഷിക യോഗം മാർച്ച് 2 ഞായർ ഉച്ചയ്ക്ക് 12 മണിക്ക് ലിഫി വാലി ഷീല പാലസിൽ നടക്കും. ചെയർമാൻ ദീപു ശ്രീധറിന്റെ അധ്യക്ഷതയിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി തടത്തിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ഗ്രിഗറി മേഡയിൽ മുഖ്യപ്രഭാഷണം നടത്തും. ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ, ജർമ്മൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് കുമ്പളവേലിൽ, യൂറോപ്പ് റീജിയൻ ട്രഷറർ ഷൈബു കൊച്ചിൻ, ആർട്സ് ആൻഡ് കൾച്ചർ ഫോറം ഗ്ലോബൽ സെക്രട്ടറി രാജു കുന്നക്കാട്ട്, യൂറോപ്പ് റീജിയൻ വൈസ് പ്രസിഡന്റ് ഷിജു വൈക്കം, വൈസ് ചെയർപേഴ്സൺ സുനിൽ ഫ്രാൻസിസ്, എഡ്യൂക്കേഷൻ ഫോറം വൈസ് പ്രസിഡന്റ് ജോസ്റ്റഡ് മാത്യു, മുൻ ചെയർമാൻ ജോൺസൺ ചക്കാലയ്ക്കൽ, പ്രോവിൻസ് ഭാരവാഹികളായ രാജൻ തര്യൻ പയനാട്, ജിജോ പീഡികമല, ജോർജ് കൊല്ലംപറമ്പിൽ, ബിനോയ് കുടിയിരിക്കൽ തുടങ്ങിയവർ സംസാരിക്കും. 2025-26 വർഷത്തേക്കുള്ള ഭാവി പരിപാടികൾ യോഗത്തിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ, സെക്രട്ടറി റോയി പേരയിൽ, ട്രഷറർ മാത്യു കുര്യാക്കോസ് എന്നിവർ അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമാധാന രാത്രിയായിരുന്നെന്ന് വത്തിക്കാൻ അറിയിച്ചു. കത്തോലിക്ക സഭയുടെ തലവൻ 2 ആഴ്ചയിലേറെയായി ആശുപത്രിയിൽ ഇരട്ട ന്യൂമോണിയയുമായി പോരാടി കഴിയുന്ന വെള്ളിയാഴ്ച രാത്രി കൂടുതൽ സങ്കീർണതയില്ലാതെ ചെലവഴിക്കുകയും പാപ്പ ഉറങ്ങുകയും ചെയ്തുവെന്ന് വത്തിക്കാൻ ശനിയാഴ്ച ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ അറിയിച്ചു. എന്നാൽ ഒറ്റപ്പെട്ട ശ്വസന പ്രതിസന്ധി അനുഭവപ്പെട്ടതായി വത്തിക്കാൻ കൂട്ടിച്ചേർത്തു. രാത്രി സമാധാനപരമായി കടന്നുപോയെന്നും മാർപ്പാപ്പ വിശ്രമിക്കുകയാണെന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ വത്തിക്കാൻ അറിയിച്ചു. ഫെബ്രുവരി 14 മുതൽ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫ്രാൻസിസ് പാപ്പ. വേൾഡ് മലയാളി കൗൺസിൽ നോർത്തേൺ അയർലൻഡ് പ്രോവിൻസ് ഉദ്ഘാടനം മാർച്ച് 2 നടക്കും. WMCയുടെ നോർത്തേൺ അയർലൻഡ് പ്രോവിൻസ് ഉദ്ഘാടനം മാർച്ച് 2 ഞായറാഴ്ച വൈകുന്നേരം 4:30 ബെൽഫാസ്റ്റ് റോയൽ അവന്യൂ ഹാളിൽ നടക്കും. പ്രദീപ് ജോസഫിന്റെ അധ്യക്ഷതയിൽ യൂറോപ്പ് റീജിയൻ ചെയർമാൻ ജോളി തടത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്ലോബൽ വൈസ് ചെയർമാൻ ഗ്രിഗറി മേഡയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ഗ്ലോബൽ വൈസ് ചെയർപേഴ്സൺ മേഴ്സി തടത്തിൽ വനിതാ ഫോറത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ജോസ് കുമ്പളവേലിൽ ജർമ്മൻ പ്രോവിൻസ് പ്രസിഡന്റ് ബാബു തോട്ടപ്പള്ളി, യൂറോപ്പ് റീജിയൻ ജനറൽ സെക്രട്ടറി UK, യൂറോപ്പ് റീജിയൻ ട്രഷറർ ഷൈബു ജോസഫ് അയർലൻഡ്, ഗ്ലോബൽ ആർട്സ് ഫോറം സെക്രട്ടറി രാജു കുന്നക്കാട്ട് അയർലൻഡ്, യൂറോപ്പ് റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു വൈക്കം അയർലൻഡ്, അയർലൻഡ് പ്രോവിൻസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ, സെക്രട്ടറി റോയി പേരയിൽ, ട്രഷറർ മാത്യു കുര്യാക്കോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ സെബാസ്റ്റ്യൻ കുന്നുംപുറം, തോമസ് കളത്തിപ്പറമ്പിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. പ്രദീപ് ജോസഫ്, സണ്ണി കട്ടപ്പന, അനിൽ പോൾ, കോടപ്പറമ്പിൽ, ജീമോൻ ജോൺ, ജോബി ജോർജ്, ബിനു മാത്യു പാലക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകും. ഏവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു. UK-യിലെ വെയിൽസ് ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പ് ക്യാബിനറ്റ് സെക്രട്ടറി ജെറമി മൈൽസ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. വരുന്ന വർഷത്തിൽ 200 ആരോഗ്യ പ്രവർത്തകരെ കൂടി വെയിൽസിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള സന്നദ്ധത ക്യാബിനറ്റ് സെക്രട്ടറി മൈൽസ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 350-ലധികം ആരോഗ്യ പ്രവർത്തകരാണ് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റിലൂടെ വെയിൽസിൽ എത്തിയത്. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർ വെയിൽസിന്റെ ആരോഗ്യ മേഖലയിൽ നടത്തുന്ന പ്രവർത്തനം നിസ്തുലമാണെന്ന് മൈൽസ് മുഖ്യമന്ത്രിയെ അറിയിച്ചു. ഇനിയും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് വെയിൽസിൽ അവസരങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കഴിവും സേവന സന്നദ്ധതയും മൂലം വെയിൽസിൽ ധാരാളം അവസരങ്ങൾ ലഭ്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ജെറമി മൈൽസ് അറിയിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ മലയാളികൾക്ക് ഇനിയും ജോലി നൽകാനും സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കാനഡയിൽ ജോലിയും സ്ഥിരതാമസവും വാഗ്ദാനം ചെയ്ത് യുവതിയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കേസിൽ പാലക്കാട് സ്വദേശിനി പിടിയിലായി. പാലക്കാട് കോരഞ്ചിര മാരുകല്ലൽ വീട്ടിൽ അർച്ചന തങ്കച്ചൻ എന്ന 28-കാരിയാണ് വെള്ളമുണ്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അർച്ചനയെ കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈനൊക്കെ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.